ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10th പ്രിലിമിനറി എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ്. അപ്പോൾ നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയാണ് ഉത്തരം. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം. പറക്കും സിഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം? ഓപ്ഷൻ ഡി 2021 ആൻസർ. 2021. അടുത്ത ചോദ്യം. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര്? ആൻസർ ജോൺ ഡാൾട്ടൺ. അടുത്ത ചോദ്യം. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 2019 ജൂലൈ 22. അടുത്ത ചോദ്യം. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. അടുത്ത ചോദ്യം. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? ഉത്തരം നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി. അടുത്ത ചോദ്യം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. സമ്പാദ് കൗമുദി. അടുത്ത ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ശ്യാം ശരൺ ന്യോഗി. അടുത്ത ചോദ്യം. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ആൻസർ മിസോസ്ഫിയർ. മിസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. അടുത്ത ചോദ്യം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം. കർണാടകയിലെ പ്രധാന ആണവോർജ നിലയം ഏത്? ഉത്തരം കൈഗയാണ്. അടുത്ത ചോദ്യം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തരം സി ആണ്, ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ചോദ്യം. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏത്? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. അടുത്ത ചോദ്യം. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി. അമരാവതി കാവേരി എന്ന നദിയുടെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏവ? ഉത്തരം ഡി ആണ്, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഉത്തരം ബി ആണ്, കാറക്കോറം. അടുത്ത ചോദ്യം. കോട്ടാണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏത്? ഉത്തരം സി ആണ്, മുംബൈ. മുംബൈ ആണ് കോട്ടാണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം. അടുത്ത ചോദ്യം. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഉത്തരം സി ആണ്, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മുംബൈ ഹൈ. അടുത്ത ചോദ്യം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ആൻസർ ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. അടുത്ത ചോദ്യം. ഭരണഘടന നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 17. അടുത്ത ചോദ്യം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 51A. അടുത്ത ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്?
ഓപ്ഷൻ സി ആണ് ആൻസർ, ഡോക്ടർ ബിശ്വേശ്വരമെത്ത. അടുത്ത ചോദ്യം, ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് ഡാഷ്. ആരാണ് ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സുപ്രീം കോടതി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം എത്ര? ഓപ്ഷൻ എ 52 സെക്കൻഡാണ് സമയം. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമായി മാറ്റിയ ഭരണഘടന ഭേദഗതി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 44-ാം ഭരണഘടന ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 24. അടുത്ത ചോദ്യം, വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ചോദ്യം, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അവനീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വച്ചാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അമേരിക്ക. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നതാണ് ആൻസർ. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന മദ്രാസ് ലേബർ യൂണിയനും AITUC, അടുത്ത ഓപ്ഷൻ സി ആയ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, ഇവയെല്ലാം അപ്പോൾ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ് സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ. അടുത്ത ചോദ്യം, 1950 മാർച്ച് 15-ന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ബി ആണ്, ഗുൽസാരിലാൽ നന്ദ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കോത്തരി കമ്മീഷൻ. അടുത്ത ചോദ്യം, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആൻസർ ബി ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ എ VP മേനോൻ. VP മേനോൻ്റെ പുസ്തകമാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അടുത്ത ചോദ്യം, 1964-1964 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത്? ഉത്തരം ഡി ആണ്, 5 IITകളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത് ഈ കാലഘട്ടത്തിനിടയ്ക്ക്. അടുത്ത ചോദ്യം, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ച സ്ഥാപനം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, ലളിതകല അക്കാദമി. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ആഞ്ചലോസ് ഫ്രാൻസിസ്. അടുത്ത ചോദ്യം, ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1859-ലാണ് ചാന്നാർ ലഹള നടന്നത്. അടുത്ത ചോദ്യം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ് ഇത്? ഓപ്ഷൻ എ ആണ് ആൻസർ, ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് ഇത്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സി ശങ്കരൻ നായർ.
അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, മലയാളി മെമ്മോറിയൽ. അടുത്ത ചോദ്യം, മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആര്? ആൻസർ സി ആണ്, AV കുട്ടിമാളു അമ്മ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി, പയ്യന്നൂർ ആണ് ആൻസർ. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വൈക്കം അബ്ദുൾ ഖാദർ മൗലവി. അടുത്ത ചോദ്യം, കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി ആണ് ആൻസർ, മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. രണ്ടാമത്തത് പാലക്കാടാണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? ആൻസർ ബി ആണ്, പി രാജീവ്. അടുത്ത ചോദ്യം, കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഗോദവർമ്മ രാജ. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ചിന്നാർ. അടുത്ത ചോദ്യം, അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, പുനം കൃഷി. അടുത്ത ചോദ്യം, ഗൗണാനാടി, കവനോഗ്, വളനാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, മീനച്ചിലാർ. അടുത്ത ചോദ്യം, പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ചക്ക. അടുത്ത ചോദ്യം, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നതിൽ ഏതെന്നാണ്? ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. 1 കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, 2 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, 3 ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, 4 മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിന് 4ാമത്തതാണ് ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അടുത്ത ചോദ്യം, എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായതിനുള്ള തെളിവുകൾ നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പരവൂർ. അടുത്ത ചോദ്യം, 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, കോഴിക്കോട്. അടുത്ത ചോദ്യം, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രവാരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര് എന്ത്? ഓപ്ഷൻ സി ആണ് ആൻസർ, സിറോഫ്താൽമിയ. അടുത്ത ചോദ്യം, ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജനനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ, ചെവി. അടുത്ത ചോദ്യം, ഉമിനീരിൻ്റെ pH മൂല്യം എത്ര? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 6.2 മുതൽ 7.6 ഉമിനീരിൻ്റെ pH മൂല്യം. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികൾ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1 ഗവൺമെൻറ് ആശുപത്രിയിൽ രോഗി സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, 2 പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി വിപുലപ്പെടുത്തുക, 3 ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക, 4 അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. ഈ 4 ഓപ്ഷനിലും ഓപ്ഷൻ ഡി ആണ് ആൻസർ, അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുക എന്നതാണ് ആർദ്രം പദ്ധതിയിൽ പെടാത്തത്. അടുത്ത ചോദ്യം, 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി
തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതും ആയ നെല്ലിൻ്റെ ഇനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. KAU മനുരത്ന. അടുത്ത ചോദ്യം, ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. CO2. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. രൂപ്കുന്ദ്. അടുത്ത ചോദ്യം, കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ലൈക്കാനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിൻ്റെ സൂചനകളായി കണക്കാക്കാം. 2. വായുമലിനീകരണം കുറയ്ക്കുന്നതിനു വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. 3. കാറ്റലിറ്റിക് കൺവെർട്ടറുകളിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ജെയിംസ് ചാഡ്വിക്. അടുത്ത ചോദ്യം, അയിരുകളുടെയും ധാതുക്കളുടെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. എല്ലാ അയിരുകളും ധാതുക്കളാണ്. 2. എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഈ 2 പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയായത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആ 2 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. 1. സോഡിയം ആൽക്കലി ലോഹം. 2. കാൽസ്യം സംക്രമണ ലോഹം. 3. അലുമിനിയം ബോറോൺ കുടുംബം. 4. ക്ലോറിൻ ഉത്കൃഷ്ട വാതകം. ഇതിൽ ആൻസർ ഡി ആണ് കറക്റ്റായിട്ടുള്ളത്. 2ഉം 4ഉം, അതായത് കാൽസ്യം സംക്രമണ ലോഹവും ക്ലോറിൻ ഉത്കൃഷ്ട വാതകവുമാണ് ബന്ധമില്ലാതെ കിടക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസ്സുള്ള അനുപാതം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1:8. അടുത്ത ചോദ്യം, പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അടുത്ത ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുള്ള താഴ്ന്ന പരിധി എത്രയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 20 ഹെർട്സ്. അടുത്ത ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? അത് എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണ്. ഓപ്ഷൻ എ ജൂൾ. അടുത്ത ചോദ്യം, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഡാഷ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സംവഹനം. അടുത്ത ചോദ്യം, വസ്തു ഒരു തുലഞ്ഞ സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ഡാഷ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദോലനം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. 1. സൗരോർജം. 2. കാറ്റ്. 3. തിരമാല. 4. കൽക്കരി. ഇതിൽ ഒറ്റപ്പെട്ടത് കൽക്കരിയാണ്. ആൻസർ കൽക്കരി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ വന്ന ആൻസറിൽ ഏതെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.